അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. അൽഹംദുലില്ലാഹ് വസ്സലാത്തു വസ്സലാമു അലാ റസൂലില്ലാഹ് വഅലാ ആലിഹി വസഹ്ബിഹി അജ്മഈൻ അമ്മാ ബഅദ്. പ്രിയ സഹോദരങ്ങളെ, നമ്മിൽ പലപ്പോഴും പലരും മറന്നുകൊണ്ടിരിക്കുന്ന ഒരു വിഷയത്തെക്കുറിച്ചാണ് സൂചിപ്പിക്കുവാനുള്ളത്. സഹോദരങ്ങളെ, ഇന്ന് സോഷ്യൽ മീഡിയയിൽ ഒരുപാട് സമയം ചെലവഴിച്ചുകൊണ്ട് നാം രാത്രി സമയങ്ങളിൽ കിടന്നുറങ്ങാൻ പോകുമ്പോൾ നാം ശ്രദ്ധിക്കുക, ഉറങ്ങാൻ പോകുമ്പോൾ എല്ലാ ഘട്ടങ്ങളിലും പ്രാർത്ഥന പഠിപ്പിച്ച പോലെ ഉറങ്ങാൻ കിടക്കുമ്പോഴുള്ള പ്രാർത്ഥനയും ഉറങ്ങി എഴുന്നേൽക്കുമ്പോഴുള്ള പ്രാർത്ഥനയും പലരും ഇന്ന് മറന്നുപോയിക്കൊണ്ടിരിക്കുന്ന ഒരവസ്ഥയാണ് കണ്ടുകൊണ്ടിരിക്കുന്നത്. അതുകൊണ്ട് ഞാനടക്കമുള്ള ആളുകളെ ഒന്ന് ഉണർത്തുവാൻ വേണ്ടിയാണ് ഈ സന്ദേശം. സഹോദരങ്ങളെ, നമുക്കറിയാം, ഉറക്കം ഒരു മരണ തുല്യമാണ്. എത്രയോ സഹോദരങ്ങൾ ഉറങ്ങാൻ പോയതാണ്, കാലത്ത് വിളിച്ചു നോക്കുമ്പോൾ എഴുന്നേൽക്കുന്നില്ല, അവർ പോയി. എത്രയോ ആളുകൾ അങ്ങനെ അവർ അന്തിമയാത്ര പോയി, അവർ ഇന്ന് ഖബറിലാണ്. സഹോദരങ്ങളെ, അള്ളാഹുവിൻ്റെ സംരക്ഷണത്തിലാവാൻ നാം പ്രാർത്ഥിക്കുക. ആ പ്രാർത്ഥനയിൽ തന്നെ എന്താണ്? അല്ലാഹുമ്മ ബിസ്മിക അമൂതു വഅഹ്യ എന്നാണ്. അള്ളാഹുവേ, നിന്റെ നാമത്തിൽ ഞാൻ മരിക്കുകയും ജീവിക്കുകയും ചെയ്യുന്നു എന്നാണ്. ഉറങ്ങി എഴുന്നേൽക്കുമ്പോഴുള്ള പ്രാർത്ഥനയാവട്ടെ, അതിലും പറയുന്നത് എന്താണ്? അൽഹംദുലില്ലാഹില്ലദി അഹ്യാന ബഅദമാ അമാതന വ ഇലൈഹിൻ നുശൂർ. അതെ, നമ്മെ മരിപ്പിച്ച ശേഷം ജീവിപ്പിച്ച അള്ളാഹുവിനാവുന്നു സർവസ്തുതിയുമെന്നാണ്. സഹോദരങ്ങളെ, നമ്മൾ മരിച്ചതാണ്, അപ്പോൾ ഉറങ്ങിയതല്ല. അതുകൊണ്ടാണ് മരിച്ച ശേഷം ജീവിപ്പിച്ച അല്ലാഹുവേ നിനക്കാണ് സ്തുതി എന്നാണ് പറയുന്നത്. അതുകൊണ്ട് ആ പ്രാർത്ഥനകൾ നാം പതിവാക്കുക. ഉറങ്ങാൻ കിടക്കുമ്പോൾ ഒരു നീണ്ട പ്രാർത്ഥനയും നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിച്ചു. ബിസ്മിക റബ്ബി വളഅതു ജംബി വബിക അർഫഉഹു ഇൻ അംസക്ത നഫ്സി ഫർഹംഹാ വഇൻ അർസൽതഹാ ഫഹ്ഫൽഹാ ബിമാ തഹ്ഫലു ബിഹി ഇബാദക സാലിഹീൻ. ഈ പ്രാർത്ഥന നാം പതിവാക്കുക. അള്ളാഹു നമ്മെ ഏവരെയും അനുഗ്രഹിക്കുമാറാവട്ടെ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു.